ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കേരള പോലീസ് ആക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇത് കേരള പോലീസ് ആക്ടിന്റെ രണ്ടാമത്തെ ലെക്ചർ ആണ്. അപ്പോൾ ആദ്യത്തെ ലെക്ചർ കാണാത്തവർ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യത്തെ ലെക്ചർ കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, രണ്ടാമത്തെ ലെക്ചർ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ 5 സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 1, സെക്ഷൻ 3, സെക്ഷൻ 4, സെക്ഷൻ 7, സെക്ഷൻ 8. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള ബൈ ഹാർട്ട് ചെയ്യണം. കാര്യം നമുക്ക് കേരള പോലീസ് ആക്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അതിലെ ഏതാനും ചില സെക്ഷൻസ് മാത്രമേ നമ്മളടുത്ത് എന്ത് ചെയ്തിട്ടുള്ളൂ, പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൈമറിലി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഏതൊക്കെ സെക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ത് ചെയ്യുക, കട്ടൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഫസ്റ്റ് ലെക്ചറിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന കാറ്റഗറി ഇന്ന സെക്ഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂട്ട് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് അഞ്ച് സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1, 3, 7, 1, 3, 4, 7, 8 അല്ലെ, ഇത്രയും 5 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ സെക്ഷൻ 1 പറയുന്നത് ആക്ടിന്റെ പേരെന്താണ്, ദെൻ എന്താണ് ആക്ടിന്റെ എക്സ്റ്റെന്റ്, എന്നാണ് ആക്ട് കമൻസ് ആയത്, ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 1 പറയുന്നത്. സെക്ഷൻ 3 പറയുന്നത് പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് കായായിട്ട് നമുക്ക് കിട്ടും അല്ലെ. അപ്പോൾ അവിടെ വെച്ച് കർത്തവ്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ് സെക്ഷൻ 3 പറയുന്നത്. ഇനി എന്താണ് പോലീസിന്റെ ചുമതല എന്ന് പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 4 ദെൻ എല്ലാ പൗരന്മാർക്കും എന്തുണ്ട്, എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള പോലീസ് സർവീസ് എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരുടെയും അവകാശമാണ് എന്ന് പറയുന്നത് സെക്ഷൻ 7 ഇനി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഒരു സിറ്റിസൺസിന് അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് പോലീസ് സ്റ്റേഷനിൽ എന്തൊക്കെ അധികാരങ്ങളുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ വകുപ്പ് 8 അല്ലെ. അപ്പൊ ഇത്രയും 5 സെക്ഷൻസ് ആണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ള സെക്ഷൻസ്. ഇതിന്റെ ഐഡിയ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട മറ്റ് 3 സെക്ഷൻസ് ആണ്. ഇത് കാറ്റഗറി 2 ആയിട്ട് നമുക്ക് എടുക്കാം. അതിനകത്ത് സെക്ഷൻ 14 ഉണ്ട്, സെക്ഷൻ 21 ഉണ്ട്, സെക്ഷൻ 29 ഉണ്ട്. ഓക്കെ, അപ്പോൾ കാറ്റഗറി 2 ഏതൊക്കെയാണ് ഉള്ളത്, സെക്ഷൻ 14 ഉണ്ട്, സെക്ഷൻ 21 ഉണ്ട്, സെക്ഷൻ 29 ഉണ്ട്. എന്താണ് സെക്ഷൻ 14 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 14 എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പറയുന്ന കേരള പോലീസിനെ സ്പെഷ്യൽ വിങ്സ് ആയിട്ടും യൂണിറ്റ്സ് ആയിട്ടും ബ്രാഞ്ചസ് ആയിട്ടും സ്ക്വാഡ്സ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21. ദെൻ സെക്ഷൻ 29 എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് ഓഫീസേഴ്സിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 29. അതായത് ഒരു പോലീസ് ഓഫീസർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 29 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടലി ഈ 3 സെക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ്, സെക്ഷൻ 14 എന്താണ് സെക്ഷൻ 14 പറയുന്നത്, കേരള പോലീസിനെ കുറിച്ചാണ് സെക്ഷൻ 14 പറയുന്നത്. ഇനി എന്താണ് സെക്ഷൻ 21 പറയുന്നത്, കേരള പോലീസിന്റെ സ്പെഷ്യൽ വിങ്സ്, യൂണിറ്റ്സ്, ബ്രാഞ്ച്, സ്ക്വാഡ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 21 പറയുന്നത്. ദെൻ എന്താണ് സെക്ഷൻ 29 പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് പോലീസ് ഓഫീസേഴ്സിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 29 പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെക്ഷൻസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 14 പറയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരള സംസ്ഥാനത്തിന് അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന് എന്തുണ്ട്, കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 14. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന് ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ടെന്നും ആ പോലീസ് സേനയുടെ പേര് കേരള പോലീസ് ആണ് എന്ന് പറയുന്ന വകുപ്പ് അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 14. ഓക്കെ, അപ്പൊ സെക്ഷൻ 14 ഒന്നാമത് പറയുന്ന കാര്യം ഇതാണ്, കേരളത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സംവിധാനം ഉണ്ട് എന്ന് പ്രതിപാദിക്കുന്നു സെക്ഷൻ 14. ഇനി സെക്ഷൻ 14 പറയുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന് അല്ലെങ്കിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലീസ് സേനയെ എന്ത് ചെയ്യാൻ പറ്റും, വിവിധ വിങ്ങുകളായിട്ടോ അല്ലെങ്കിൽ ബ്രാഞ്ചുകളായിട്ടോ അല്ലെങ്കിൽ യൂണിറ്റുകളായിട്ടോ സബ് യൂണിറ്റുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാലാകാലങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, വിഭജിക്കാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നും ഇവിടെ പറയുന്നുണ്ട് സെക്ഷൻ 14 ഒന്നാമതായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെച്ചൊക്കെ, സിമ്പിൾ ആയിട്ട് പഠിക്കുക. എന്താണ് സെക്ഷൻ 14 എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മ വരേണ്ട പോയിന്റ് എന്താണ്, കേരളത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത പോലീസ് സേന ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ദെൻ
ഈ പോലീസ് സേനനെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കേരള ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് വരുന്ന ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവിധ വിങ്ങുകളായിട്ടോ അല്ലെങ്കിൽ വിവിധ ബ്രാഞ്ചുകളായിട്ടോ അല്ലെങ്കിൽ വിവിധ യൂണിറ്റുകളായിട്ടോ അല്ലെങ്കിൽ വിവിധ സബ് യൂണിറ്റുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വിഭജിക്കാൻ പറ്റും എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ് സെക്ഷൻ 14ലാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 14ലെ ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയിട്ട് പിടികിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം എന്താണെന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, പോലീസിലെ വിവിധ തരം അല്ലെങ്കിൽ കേരള പോലീസിലെ വിവിധ തരം റാങ്കുകൾ അല്ലെങ്കിൽ വിവിധ തരം ഡെസിഗ്നേഷനുകളെ കുറിച്ചും പ്രതിപാദിക്കുന്നത് എവിടെ തന്നെയാണ്? അല്ലെങ്കിൽ വിവിധ തരം പദവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വകുപ്പ് 14 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 14 നമ്മൾ ആദ്യം പഠിച്ച കാര്യം, കേരളത്തിന് ഒരു ഏകീകൃത പോലീസ് സംവിധാനമുണ്ട്, അതിന്റെ പേര് കേരള പോലീസ് ആണെന്ന് പറയുന്നു. എവിടെ? സെക്ഷൻ 14. ദെൻ ഈ പറയുന്ന കേരള പോലീസിനെ എന്താണ് നമുക്ക് അല്ലെങ്കിൽ സർക്കാരിന് ആവശ്യമെന്ന് തോന്നുന്ന രീതിയിൽ കാലാകാലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? വിവിധ ബ്രാഞ്ചുകളായിട്ടും യൂണിറ്റുകളായിട്ടും സബ് യൂണിറ്റുകളായിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതും എവിടെ തന്നെയാണ്? സെക്ഷൻ 14 തന്നെയാണ്. പിന്നെ പറയുന്നു കേരള പോലീസിലെ വിവിധ പദവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? സെക്ഷൻ 14 തന്നെയാണ്. ഓക്കെ, ഈ സെക്ഷൻ 14 എന്ത് ചെയ്യുന്നുണ്ട്? കേരള പോലീസിലെ വിവിധ പദവികളെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടാതെ എന്ത് ചെയ്യുന്നു? കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണെന്ന് പറയുന്നതും എവിടെ തന്നെയാണ്? സെക്ഷൻ 14 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ 14 എന്തൊക്കെ പറയുന്നുണ്ട്? സെക്ഷൻ 14 പറയുന്നുണ്ട് കേരള പോലീസിലെ വിവിധ റാങ്കുകളെ കുറിച്ച് അല്ലെങ്കിൽ വിവിധ പദവികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 14ലാണ്. ദെൻ കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണ് ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നുണ്ട്. ദെൻ ഏറ്റവും താഴ്ന്ന പദവി എന്ന് പറയുന്നത് ഏതാണ്? പോലീസ് കോൺസ്റ്റബിൾ ആണ് അല്ലേ? അപ്പൊ കൃത്യമായിട്ട് ഏതൊക്കെയാണ് നമ്മുടെ കേരള പോലീസിലെ പദവികളെന്ന് നമുക്ക് എവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും? സെക്ഷൻ 14 നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഡയറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, കേരള പോലീസിലെ വിവിധ പദവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 14 അതുകൊണ്ട് നമ്മളോട് ചോദിക്കാം കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന ആളാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫാണ് എന്തെന്ന് പറയുന്നത്? ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഹൈറാർക്കി നോക്കാം. ഏറ്റവും താഴെ പോലീസ് കോൺസ്റ്റബിൾ അല്ലേ? അപ്പൊ പോലീസ് കോൺസ്റ്റബിൾ എന്താവും? പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആവും. അതിനുശേഷം അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആവും. അതിനുശേഷം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആവും അല്ലെ? അപ്പൊ കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ, പിന്നെന്താണ്? അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ദെൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെ? അതിന്റെ മുകളിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, അതിന്റെ മുകളിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, പിന്നെന്താണ്? സൂപ്രണ്ട് ഓഫ് പോലീസ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, പിന്നെന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലെങ്കിൽ നമ്മൾ DGP എന്ന് നമ്മൾ പറയും. പക്ഷെ DGP അല്ല എന്തെന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പദവി. ആ DGPയുടെ കൂടെ എന്തും കൂടെ വേണം? സ്റ്റേറ്റ് പോലീസ് ചീഫും കൂടെ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതാണ് ഏറ്റവും ഉയർന്ന പദവി എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പൊ സെക്ഷൻ 14 രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? കേരളത്തിന് കേരള പോലീസ് എന്ന പേരിൽ ഒരു ഏകീകൃത സേനയുണ്ടെന്നും ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? കാലാകാലങ്ങളായിട്ട് അതിനെ വിവിധ യൂണിറ്റുകളായിട്ടും വിവിധ വിങ്ങുകളായിട്ടും ദെൻ വിവിധ സബ് യൂണിറ്റുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം. ദെൻ രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്? കേരള പോലീസിലെ വിവിധ പദവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന എവിടെ തന്നെയാണ്? സെക്ഷൻ 14 തന്നെയാണ് പറയുന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് കേരള പോലീസ്, അല്ലെങ്കിൽ കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണെന്നും ഇവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 14 പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെക്ഷൻ 14 പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി സെക്ഷൻ 14 പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ കേരള പോലീസിന്റെ കൂട്ട് തന്നെ എന്തുണ്ട്? മറ്റു സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? പോലീസ് ഫോഴ്സുകളുണ്ട് അല്ലേ? അതുകൂടാതെ കേന്ദ്രത്തിനും എന്തുണ്ട്? പോലീസ് സേനയുണ്ട്. ഇപ്പോൾ CRPF എന്നും BSF എന്നും CISF എന്നൊക്കെ പറയുന്നത് എന്താണ്? കേന്ദ്ര പോലീസാണ്. നമ്മൾ അതിനെ പട്ടാളം എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ പട്ടാളം അല്ല, അവരെന്താണ്? ആക്ച്വലി ഈ പറയുന്ന കേന്ദ്ര പോലീസാണ് CRPFും BSFും CISF എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അവിടെയും എന്തുണ്ട്? ഇതുപോലെ വിവിധ റാങ്കുകളുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് പറയാൻ പറ്റും കേരള പോലീസിലെ ഇന്നർ റാങ്കിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര സേനയിലെ ഇന്നർ റാങ്കിലെ ഉദ്യോഗസ്ഥൻ ഇക്വലന്റ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഇന്ന പോലീസിന് ഇക്വലന്റ് ആണ് എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവൺമെന്റിന് ഉണ്ട് എന്നും ഇവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 13 പറയുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ
ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ബറ്റാലിയനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അസിസ്റ്റന്റ് കമാൻഡന്റ് അല്ലെ, കമാൻഡന്റ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ട് പറയാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വലൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് നമുക്ക് പറ്റും. അതായത് എന്താണ്, ഒന്നിന് തുല്യമെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കരുതപ്പെടാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്, ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ജനറൽ ഓർഡറിലൂടെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡറിലൂടെ എന്ത് പറയാൻ പറ്റും, ഇന്ന പോലീസ് സേനയിലെ ഇന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് കേരള പോലീസിലെ ഇന്ന ഉദ്യോഗസ്ഥന് തുല്യമാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, സർക്കാരിന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ചിലപ്പം നമ്മുടെ CRPF എന്തായിരിക്കും അസിസ്റ്റന്റ് കമാൻഡന്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റ് എന്തായിരിക്കും, നമ്മുടെ കേരള സർക്കാർ ഒരു ജനറൽ ഓർഡർ ഇറക്കുവാണ്, അത് കേരള പോലീസിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഫിനറ്റ്ലി എന്താണ് അത് എന്തായിരിക്കും, അത് അക്സെപ്റ്റഡ് ആണ്. അതാണ് അവിടെ പറയുന്നത് സെക്ഷൻ 14 പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 14 പറയുന്ന അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്ത് ചെയ്തു, കുറേ പദവികൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി ഒരു പുതിയ പദവി എന്ത് ചെയ്യണം, നമ്മുടെ ഗവൺമെന്റിന് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു പദവിക്ക് എന്ത് ചെയ്യണം, പേര് റീനെയിം ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അധികാരവും ആർക്കാണുള്ളത്, ഈ പറയുന്ന ഗവൺമെന്റിനാണുള്ളത്. ഓക്കെ, നമുക്കറിയാം, നമുക്കിപ്പോൾ പോലീസ് കോൺസ്റ്റബിളോ പോലീസ് ഹെഡ് കോൺസ്റ്റബിളോ ഇല്ല അല്ലേ. അതിന് പകരം നമുക്ക് എന്താ ഉള്ളത്, സിവിൽ പോലീസ് ഓഫീസറും സീനിയർ സിവിൽ പോലീസ് ഓഫീസറൊക്കെ നമുക്കുള്ളത് അല്ലേ. അങ്ങനെ ഒരു റീനെയിമിംഗ് ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെ ഉള്ളത്, സർക്കാരിന് തന്നെയാണുള്ളത്. ഈ 4 കാര്യങ്ങളാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 14 പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 14 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം, ഈ 4 കാര്യങ്ങൾ ഓർമ്മ വരണം. എന്തൊക്കെയാണ്, ഒന്ന്, കേരളത്തിന് ഒരു ഏകീകൃത പോലീസ് സംവിധാനം ഉണ്ടെന്നും അതിന്റെ പേര് കേരള പോലീസ് എന്നും പറയുന്നു എവിടെ, സെക്ഷൻ 14. ഇനി ഈ പറയുന്ന കേരള പോലീസിനെ എന്ത് ചെയ്യാൻ പറ്റും, വിവിധ ബ്രാഞ്ചുകളായിട്ടും വിവിധ യൂണിറ്റുകളായിട്ടും വിവിധ വിങ്ങുകളായിട്ടും വിവിധ സബ് യൂണിറ്റുകളായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വിഭജിക്കാൻ കഴിയുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ ആർക്കാണ്, സർക്കാരിനാണ് അങ്ങനെ കഴിയുന്നത്. അത് പറയുന്നതും എവിടെ തന്നെയാണ്, സെക്ഷൻ 14 തന്നെയാണ് പറയുന്നത്. ഇനി അടുത്ത കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള പോലീസിലെ വിവിധ പദവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, വകുപ്പ് 14 ആണ്. വകുപ്പ് 14 പ്രകാരം കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആണ്. പിന്നെ പോലീസ് കോൺസ്റ്റബിൾ, പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, നമ്മൾ ASI എന്ന് പറയും. പിന്നെ SI, ഇൻസ്പെക്ടർ, DSP അല്ലെ, DYSP എന്ന് നമ്മൾ പറയും. പിന്നെന്താണ്, സൂപ്രണ്ട് ഓഫ് പോലീസ്, then DIG, IG, ADGP അല്ലെ, DGP, പിന്നെന്താണ് DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്. ഇതാണ് കേരള പോലീസിലെ വിവിധ പദവികൾ എന്ന് പറയുന്നത്. ഈ പദവികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ്, സെക്ഷൻ 14 അല്ലെ. ഇനി സെക്ഷൻ 14 പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കേരള പോലീസിലെ പദവികളെ എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് സേനകളിലെ പദവിയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തുല്യമാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ആ ഒരു റൈറ്റ്സ് ഉള്ളതും ആർക്കാണ്, സർക്കാരിനാണ് ആ ഒരു റൈറ്റ് ഉള്ളത്. ഇനി കേരള പോലീസിൽ ഈ പദവികൾക്ക് പുറമെ പുതിയ ഒരു പദവി ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഉള്ള പദവിയുടെ പേര് റീനെയിം ചെയ്യാൻ ഉള്ള അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്, അതും ബന്ധപ്പെട്ട സർക്കാരിനാണുള്ളത്. ദെൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെ തന്നെയാണ്, സെക്ഷൻ 14 തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ സെക്ഷൻ 14 നന്നായിട്ട് പഠിച്ചില്ലേ. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സെക്ഷൻ 14 ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഏതൊക്കെ സെക്ഷൻസ് പഠിച്ചു, സെക്ഷൻ 1 പഠിച്ചു, സെക്ഷൻ 3 പഠിച്ചു, സെക്ഷൻ 4 പഠിച്ചു, സെക്ഷൻ 7 പഠിച്ചു, സെക്ഷൻ 8 പഠിച്ചു അല്ലെ. ഇത്രയുമാണ് ഒരു കാറ്റഗറി ഓഫ് സെക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തിലേക്ക് വന്നു, സെക്ഷൻ 14 വന്നു. അപ്പൊ സെക്ഷൻ 14 ഓർക്കുമ്പോൾ തന്നെ അവിടെ പ്രധാനമായിട്ടും നമുക്ക് എന്തുണ്ട്, 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഓർമ്മ വരണം. അതിലൊന്ന് കേരള പോലീസ് എന്ന് പറയുന്ന സേനയെക്കുറിച്ച്, 2 വിവിധ പദവികളെ കുറിച്ച്, 3 എന്താണ് ഇക്വലൻസി, 4 എന്താണ് പുതിയ പോസ്റ്റ് ക്രിയേഷൻ, അല്ലെങ്കിൽ എന്താണ് ഓൾറെഡി ഉള്ള പോസ്റ്റിന്റെ എന്ത് ചെയ്യുന്നു, പേരും മാറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എവിടെ ഉള്ളത്, സെക്ഷൻ 14 ഓക്കെ, അപ്പൊ സെക്ഷൻ 14 എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു കീവേഡ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർത്താൽ മതി. ഓക്കെ, ഓർത്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിലെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, പക്ക ഓക്കെ. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നു സെക്ഷൻ 21. എന്താണ് സെക്ഷൻ 21 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെന്റിന് ജനറൽ ആയിട്ടുള്ള ഓർഡർ വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഡർ വഴിയോ സ്റ്റേറ്റ് പോലീസ് ചീഫിനെ സഹായിക്കാനായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയെ സഹായിക്കാനായിട്ടോ അല്ലെങ്കിൽ പോലീസിന്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്നതിൽ പോലീസിനെ സഹായിക്കാനായിട്ടോ എന്ത് ചെയ്യാൻ പറ്റും, വിവിധ
വിവിധ തരത്തിലുള്ള വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ എന്നിവ രൂപീകരിക്കാനായിട്ട് കഴിയും എന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 21 സെക്ഷൻ 14 എന്ത് പറയുന്നുണ്ട്? കേരള പോലീസിനെ വിവിധ യൂണിറ്റുകളായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ജനറലി പറയുന്നതാണ്. എന്നാൽ സ്പെസിഫിക് പർപ്പസിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിൽ വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ എന്നിവ രൂപീകരിക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 21. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ എന്നിവ രൂപീകരിക്കാൻ കഴിയുന്നതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സെക്ഷൻ 21 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ പറയുന്ന സ്പെഷ്യൽ ഓർഡർ വഴിയോ അല്ലെങ്കിൽ ജനറൽ ഓർഡർ വഴിയോ നമുക്ക് ഡിഫറെന്റ് കാറ്റഗറി അല്ലെങ്കിൽ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത് എന്ത് ചെയ്താൽ മതി, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എന്തൊക്കെയാണ്? നമ്മുടെ ദേശീയ സുരക്ഷയെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബാധിക്കുന്ന രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊതുസുരക്ഷാ പാലനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട്, പിന്നെന്താണ് മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ VIPസിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള ബ്രാഞ്ചസ് അല്ലെങ്കിൽ സ്ക്വാഡ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ നമുക്ക് ചീറ്റ എന്നൊക്കെ പറഞ്ഞ എന്തുണ്ട്? ട്രാഫിക് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങളുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് ആക്ച്വലി? ഈ പറയുന്ന റോഡ് ട്രാഫിക് കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാഫിക് വയലേഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, ദെൻ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുക, ദെൻ രാഷ്ട്ര സുരക്ഷ, ക്രമസമാധാന പാലനം, അതുകൂടാതെ വിവിധ നമ്മുടെ ഗവൺമെന്റ് ഓൺഡ് പല കമ്പനീസ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ സെൻട്രൽ സർവീസിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് കൂട്ട് നമുക്കിപ്പോൾ എന്തുണ്ട്? കേരളത്തിലും എന്തുണ്ട്? ഒരു ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഏത് സെക്ഷന്റെ ബേസിസിലാണ് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 21 ബേസിസിലാണ്. ഓക്കെ, ഇനി നോക്കിക്കേ. സങ്കീർണമോ നീചമോ പ്രമാദമോ പ്രത്യേക പ്രാധാന്യമുള്ളതോ ആയ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം അല്ലെ. ഇപ്പൊ നമുക്ക് എന്ത് വരുന്നു? ഏതെങ്കിലും പബ്ലിക് നല്ല രീതിക്ക് ഔട്ട്ക്രൈ ഉള്ള എന്തെങ്കിലും ഒഫൻസുകൾ നടന്നു, അല്ലെങ്കിൽ ഒരു വലിയ കൊലപാതകം നടന്നു, അല്ലെങ്കിൽ വളരെ പ്രമാദമായിട്ടുള്ള കേസ്, അതിനെന്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ രൂപീകരിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സോഴ്സും എവിടുന്നാണ്? സെക്ഷൻ 21 പറയുന്നത് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്പെഷ്യൽ കോഡുകളും സ്ക്വാഡുകളും കാര്യങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട് പറ്റും. അതുകൂട്ട് ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ടി എന്താ? ട്രാഫിക് പോലീസ് അല്ലെ. ആ ട്രാഫിക് പോലീസിന്റെ കേസ് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 21. ദെൻ തീരദേശം, പുഴ, കായൽ പ്രദേശം, നീർത്തടങ്ങൾ അല്ലെ. ഇത്തരത്തിലുള്ള ഈ തരത്തിലുള്ള തീരദേശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? വിങ്ങുകൾ രൂപീകരിക്കാൻ പറ്റും. ദെൻ വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന യൂണിറ്റുകൾ സ്വീകരിക്കാനായിട്ട് പറ്റും. ദെൻ റെയിൽവേ പോലീസ്, ഇതിന്റെയൊക്കെ രൂപീകരണത്തെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന എവിടാന്ന് ചോദിച്ചാൽ എവിടെയാണ്? സെക്ഷൻ 21. ജസ്റ്റ് ഇതൊക്കെ എന്താ മതി? ജസ്റ്റ് ഒന്ന് അറിഞ്ഞതാ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് എന്താണ്? ഈ പറയുന്ന കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കുറെ കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലീസ് ഫോഴ്സിനെ വിവിധ ബ്രാഞ്ചുകളായിട്ടും സ്ക്വാഡുകളായിട്ടൊക്കെ രൂപീകരിക്കാൻ കഴിയും. അതിനുള്ള റൈറ്റ്സ് ആർക്കാണ്? ഈ പറയുന്ന സർക്കാരിനാണ് എന്ന് പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 21. പിന്നെയും എന്തുണ്ട് അല്ലെ. പിന്നെ ഈ പറയുന്ന കുറ്റവാളികളെയും കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ശേഖരിച്ചു വെക്കുന്നതിനും അവ ഡീറ്റെയിൽഡ് അനാലിസിസ് ചെയ്യുന്നതിനും വേണ്ടി സ്പെഷ്യൽ വിങ്ങുകൾ പറ്റും. ദെൻ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ദെൻ പോലീസിന്റെ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ്, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിറ്റ്, പിന്നെന്താണ് ഈ പറയുന്ന വിരലടയാളം, ഫോട്ടോഗ്രാഫി, ബയോമെട്രിക് ടെക്നിക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ റിസർവ് സേന അല്ലെ. ഇപ്പോൾ പോലീസിന് എവിടെയെങ്കിലും സ്ട്രെങ്ത് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് എന്ത് വേണം? ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റിസർവ് സേനയുടെ പരിപാലനം. പിന്നെന്താണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്വാഡുകളും കാര്യങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ അവർക്ക് എന്ത് വേണം? കൃത്യമായിട്ടുള്ള എന്ത് കൊടുക്കണം? നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അത്തരത്തിൽ പരിശീലനം കൊടുക്കാനുള്ള ബ്രാഞ്ചുകൾ, സ്ക്വാഡുകളൊക്കെ രൂപീകരിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ കൺട്രോൾ റൂമുകളിലും പോലെയുള്ള സ്പെഷ്യലൈസ്ഡ് എന്ത് ചെയ്യാൻ പറ്റും? റെസ്പോൺസ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് എവിടെയാണ്? സെക്ഷൻ 21. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. സെക്ഷൻ 21 പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ പറയുന്ന കൂട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രൂപീകരിക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിയമം എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ സൈബർ പോലീസ്, ദെൻ ഫോറൻസിക് സഹായങ്ങൾ, ദെൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. നമുക്കറിയാം പോലീസിനും എന്തുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്?
അല്ലെങ്കിൽ ക്ലിയർ അല്ലെങ്കിൽ ശരിയാവില്ല. കാര്യം ലോ എൻഫോഴ്സ് ചെയ്യുന്ന ആൾക്ക് ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് നമുക്ക് വേണം. പിന്നെ അതുകൂടാതെ പൊതുവായിട്ടുള്ള സേവനങ്ങൾ ചെയ്യാനായിട്ടും പിന്നെ റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? വിവിധ ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നതാണ് സെക്ഷൻ 21 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 21 പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിവിധ യൂണിറ്റുകൾ, സ്ക്വാഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ഥാപിക്കാനായിട്ട് പറ്റും. ഇനി പറയുന്ന രണ്ടാമത്തെ കാര്യം, സെക്ഷൻ 21 ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ പറയുന്ന വിവിധ ബ്രാഞ്ചുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് സെക്ഷൻ 21 പറയുന്നത്. ഇനി സെക്ഷൻ 21 പറയുന്ന അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള പരിശീലന ക്രമീകരണങ്ങൾ എന്ത് ചെയ്യണം? ഏർപ്പെടുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് പറയുന്നതും എവിടെ തന്നെയാണ്? സെക്ഷൻ 14 തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? പിന്നെ അതുകൂടാതെ ഇത്തരത്തിലുള്ള ബ്രാഞ്ചുകളും യൂണിറ്റുകളും ഒക്കെ നമ്മൾ രൂപീകരിക്കുമ്പോഴത്തേനും അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ എന്താണ് ഈ പറയുന്ന നോൺ പോലീസിങ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. എവിടെ? സെക്ഷൻ 21. ഓക്കെ, അപ്പോൾ സെക്ഷൻ 21 പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? ഈ പറയുന്ന പോലീസുകാരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പോലീസിന്റെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബ്രാഞ്ചസ്, സ്ക്വാഡ്സ്, യൂണിറ്റുകളൊക്കെ നമുക്ക് സ്ഥാപിക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ഏതൊക്കെ കാര്യങ്ങളിലാണെന്നുള്ള കാര്യവും എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായിട്ട് സെക്ഷൻ 21 ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ബ്രാഞ്ചുകളും സ്ക്വാഡുകളിലൊക്കെ പരിശീലന ക്രമീകരണങ്ങൾ ഏർപ്പെടുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇത്തരത്തിലുള്ള സ്ക്വാഡുകളും സംഗതികളൊക്കെ നമ്മൾ രൂപീകരിക്കുമ്പോഴത്തേനും അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് ഇതര ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്താനായിട്ടുള്ള അധികാരവും ആർക്കുണ്ട്? സർക്കാരിനുണ്ട്. അപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങളും സർക്കാരിനുണ്ട് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 21 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 2 സെക്ഷൻസ് പഠിച്ചു, സെക്ഷൻ 14, സെക്ഷൻ 21. ഈ 2 സെക്ഷൻസും കിടിലമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഈ സെക്ഷൻ 21 വളരെ എളുപ്പമാണ്. നമ്മൾ 3 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. അതിൽ ഒന്നിന്റെ എന്താണ് കുറച്ച് സബായിട്ട് നമുക്കത് ജസ്റ്റ് അത് നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അതിനകത്ത് ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? പക്കാ ഓക്കെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ.